ആദ്യം അരുണിലേക്ക്. അരുൺ, അവസാന മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള വോട്ടെടുപ്പിനുള്ള സമയം ഇനി അവസാനിക്കാൻ കേവലം മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഈ പോളിംഗ് ബൂത്തുകളിൽ തുടരുന്നവർക്ക് അടക്കം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം നൽകുമ്പോൾ അങ്ങനെയൊരു തിരക്ക് അല്ലെങ്കിൽ ആ നിശ്ചിത സമയത്തിനും അപ്പുറത്തേക്ക് വോട്ടർമാരുടെ നിര പോകുവാനുള്ള സാധ്യത ഏതെങ്കിലും ബൂത്തുകളിൽ പ്രകടമാകുന്നുണ്ടോ? നിലവിൽ അത്തരമൊരു തിരക്ക് 6 മണി കഴിഞ്ഞും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം പലയിടത്തും ആ രീതിയിലുള്ള തിരക്ക്, രാവിലെ കണ്ട തിരക്കോ അല്ലെങ്കിൽ ഉച്ചവരെ ഉണ്ടായ തിരക്കോ ഇല്ല. ഞാനിപ്പോൾ ഉള്ളത് അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം ഗവൺമെൻറ് സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഉള്ള ബൂത്തുകളിലൊന്നും തിരക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഒന്നോ രണ്ടോ ആളുകൾ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് തിരക്ക് ഒരിടത്തുമില്ല. അമരമ്പലത്ത് പൊതുവിലതായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ഥിതി. ഒരു ബൂത്തിൽ മാത്രമായിരുന്നു, ചെറിയ ഇടുങ്ങിയൊരു സ്ഥലമാണ്, അവിടെ മാത്രമായിരുന്നു ഒരു മദ്രസ കെട്ടിടം, ചുള്ളിയോടെ ഉള്ള ഒരു മദ്രസ കെട്ടിടത്തിൽ മാത്രം, അവിടെ മാത്രമായിരുന്നു 2 ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടായിരുന്നത്. പക്ഷേ അതല്ലാതെ മറ്റിടത്തും കാര്യമായ തിരക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് കാണാനില്ല. പൊതുവിൽ അതാണ് സ്ഥിതി എന്നാണ് നമുക്ക് വിവിധ മേഖലയിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്, ഈ തിരക്ക് കുറഞ്ഞതായി തോന്നാൻ കാരണം പോളിംഗ് പെർസെൻറ്റേജ് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തിനടുത്തേക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുമൊക്കെ പോയേക്കാം. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്രയെങ്കിലും പോളിംഗ് പെർസെൻറ്റേജ് അന്തിമ കണക്കെടുപ്പിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു തിരക്കില്ലാതെ തോന്നാൻ കാരണമായി പറയുന്നത്, ഒരു ബൂത്തിൽ 1200 വോട്ടർമാർ എന്ന പരിധി ഏർപ്പെടുത്തിയിരുന്നു ഈ തവണ. എല്ലായിടത്തും പരമാവധി 1200 വോട്ടർമാർ ഒരു ബൂത്തിൽ. അത് ഉള്ളതുകൊണ്ടാണ് ഈ തിരക്ക് വലിയ രീതിയിൽ തിരക്കുള്ളതായി തോന്നാത്തതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ അതിൽ കൂടുതലുള്ള വോട്ട് വന്ന സ്ഥലങ്ങളിൽ അത് 2 ബൂത്തായി ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില ബൂത്തുകൾ നമ്മളിന്ന് കാണുകയും ചെയ്തിരുന്നു രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ തിരക്ക് കുറയാൻ മറ്റു കാരണങ്ങളില്ല. കാലാവസ്ഥ പ്രതികൂലമാകുമെന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും അതും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മഴയൊന്നും ആളുകളുടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഈ വലിയ ക്യൂ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകാത്തതിന് കാരണം ഇതാകാം. ഒരു 75% അടുത്തെങ്കിലും അന്തിമ കണക്കെടുപ്പിൽ പോളിംഗ് ശതമാനം നിൽക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിവിധ സ്ഥാനാർത്ഥികൾ ഓരോ മേഖലകൾ കേന്ദ്രീകരിക്കുകയാണ്. പരമാവധി എല്ലായിടത്തും ഓടിയെത്താൻ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു. ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പോത്തുകൽ മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇടക്കര ഭാഗത്താണ് PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ഈ പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് അല്പസമയത്തിനകം അദ്ദേഹം നേരത്തെ ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഈ പൂക്കോട്ടുംപാടം ഭാഗത്തേക്ക് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ ഈ അവസാന മണിക്കൂറുകളിലും ആളുകളെ പരമാവധി കണ്ട് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചുങ്കത്തറ കേന്ദ്രീകരിച്ചാണ് കുറേ സമയമായി ആര്യാടൻ ഷൗക്കത്തുള്ളത്. ചുങ്കത്തറ UDFന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്, അവർക്ക് വലിയ പ്രതീക്ഷയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരമാവധി ആളുകളെ കാണുകയും വോട്ടുറപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. അഭിലാഷ്, ഇപ്പോഴും അവകാശവാദങ്ങൾക്ക് കുറവില്ല, പ്രതീക്ഷകൾക്ക് കുറവില്ല. ശക്തമായ പോരാട്ടം എന്തായാലും നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാകും എന്ന് ഉറപ്പാണ്. കാരണം പലയിടത്തും PV അൻവറിന് വേണ്ടി നിരവധി യുവാക്കൾ, പ്രവർത്തകർ നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. PV അൻവറിനെ വിജയിപ്പിക്കണം എന്ന ആഹ്വാനവുമായി വീടുകൾ കയറി ഇറങ്ങുകയാണ് ഇന്ന് ഉച്ചയ്ക്കും പ്രവർത്തകർ. PV അൻവറും മറ്റ് സാധാരണ സ്ഥാനാർത്ഥി വ്യത്യസ്തമായി ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒരു സ്ത്രീയെ വോട്ട് ചെയ്യാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ നടക്കാൻ കഴിയാത്ത ആളുകൾ പോലും വോട്ട് ചെയ്യാൻ കൃത്യമായി എത്തുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണ്, അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ്. ഇനി മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ടൊന്നും ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്നില്ല. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും വോട്ട് ചെയ്യാൻ ആളുകൾ എത്തുകയാണ്. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ അവസാന മണിക്കൂറുകളിൽ പോലും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ ബൂത്തിലേക്ക് എത്തിച്ച് മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചടക്കം വോട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വീറും വാശിയും നിറഞ്ഞ പോരാട്ടം ആണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയായി നമുക്ക് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ഇനിയിപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ ഏതാണ്ട് 50 മിനിറ്റ് മാത്രമാണല്ലോ അരുൺ ശേഷിക്കുന്നത്. അപ്പോൾ പോലും ഈ തിരക്കൊഴിയുന്ന ഒരു സമയത്ത് അധികം ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കുക എന്ന നിലയിലേക്ക് അങ്ങനെയാണല്ലോ ആളുകളെ എത്തിക്കുന്നത്, അല്ലേ? നിലമ്പൂരിൽ വോട്ടെടുപ്പ് അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴും ചില പോളിംഗ് ബൂത്തുകളിലേക്ക്
വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വി അരുൺ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്ക്, അതായത് ശാരീരിക പ്രശ്നങ്ങളും മറ്റുമൊക്കെയുള്ള ആളുകളെ അടക്കം എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രേക്ഷകരോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഹോം വോട്ട് ചെയ്യുവാനുള്ള സൗകര്യം അടക്കം ഉണ്ടായിരുന്നു. ഏതാണ്ട് 1254 പേർക്കാണ് നിലമ്പൂരിൽ ഹോം വോട്ടിന് അനുമതി ലഭിച്ചിരുന്നത്. ഈ വോട്ടുകൾ ജൂൺ 16-ാം തീയതി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതാ ഈ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ളവരെ അടക്കം ഈ അവസാന മണിക്കൂറുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ, അത് കുടുംബാംഗങ്ങളാകാം, ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരാകാം. എന്തായാലും അരുൺ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ പോലും സമ്മതിദാന അവകാശം വിനിയോഗിക്കാനെത്തുന്ന ഒരു സ്ത്രീയെ അടക്കം. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ആ അമ്മ നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടി, കാൽ പൊട്ടൽ ഒടിവുണ്ട്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സഹായിച്ചുകൊണ്ട് അവരെ ഒരു കസേരയിൽ ഇരുത്തി പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കാരണവശാലും ഈ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വാഭാവികർക്ക് ഈ വീട്ടിലെ വോട്ട് ചെയ്യാനുള്ള പ്രായമാകാത്ത ആളാകാം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ബൂത്തിൽ തന്നെ വന്ന് വോട്ട് ചെയ്യുന്നത്. എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാലിൽ പൊട്ടലുണ്ട്. അങ്ങനെ വന്നാൽ പോലും വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. ആ അമ്മ അതേപോലെ വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഈ അവരെ കൊണ്ടുവന്ന കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ ഒക്കെ ആകാം. അതിനൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സഹായിച്ചുകൊണ്ട് അവരെ ഇവിടേക്ക് ഒരു കസേരയിലിരുത്തി ഈ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. അത് അത്തരത്തിലുള്ള പല ശ്രമങ്ങളും പലയിടത്തും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ വോട്ട് അവകാശം വിനിയോഗിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വരരുത് എന്നൊരു നിശ്ചയദാർഢ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായ ക്രമീകരണം പലയിടത്തും ഒരുക്കി. പക്ഷേ ഇവിടെ ഒരു അത്തരത്തിലൊരു വീൽ ചെയറോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ കഴിയാത്ത ആളുകളെ കൊണ്ടുള്ള സംവിധാനമോ ഒന്നും ഇവിടെ നമ്മൾ കണ്ടില്ല. അത് ഒരു പോരായ്മയെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടതും ആണ്. കാരണം ഇത്തരത്തിലുള്ള സ്ഥലത്ത് സ്വാഭാവികമായും രോഗികൾ വരാം, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വരാം. അവർക്ക് ഈ ബൂത്തുകളിലേക്ക് എത്താനുള്ള സംവിധാനം കൂടി തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിവിടെ കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും വോട്ടറെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്തരം കാഴ്ചകൾ പലയിടത്തുമുണ്ട്. നമ്മളിന്ന് രാവിലെയൊക്കെ ഈ ആദിവാസി കോളനികളിൽ, ആദിവാസി ഉന്നതികളിൽ, പ്രത്യേകിച്ച് നെടുങ്കയം പോലുള്ള ചോലനായ്ക്കർക്ക് വോട്ടുള്ള ദേശീയ ഏറ്റവും ഏക ഒരു സ്ഥലമാണ് ചോലനായ്ക്കറുള്ള ഒരു മണ്ഡലമാണ്. ഈ ഗുഹാവാസികളായ ചോലനായ്ക്കറുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അവർ വന്ന് വോട്ട് ചെയ്തു. അവിടുത്തെ മറ്റു ഗോത്ര സമുദായങ്ങളും വന്ന് വോട്ട് ചെയ്തു. മണിക്കൂറുകളോളം നടന്ന് ചിലരൊക്കെ ഈ വോട്ട് ചെയ്യാൻ വരുമ്പോൾ പോലും കാട്ടാന ഓടിച്ച സംഭവങ്ങളുണ്ട്. കാരണം ഉൾക്കാടുകളിൽ നിന്നാണ് വരുന്നത്. ആനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും വിഹാര കേന്ദ്രമാണ്. അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ വരുന്നവർ പോലും ആളുകൾ എത്തി വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അവർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ സ്ഥാനാർത്ഥികൾ ആരെന്ന് പോലും അറിയാമായിരുന്നില്ല പലർക്കും. എന്നിട്ടും ഈ ജനാധിപത്യം എന്ന സംവിധാനത്തിൽ വോട്ടവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി അവർ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് വോട്ട് ചെയ്യാൻ വരുന്നവർ നമ്മൾ അവിടെ കണ്ടു. അത് ഒരു ആദിവാസി മേഖലകൾ മാത്രമേ, എല്ലായിടത്തും അത്തരം കാഴ്ചകളുണ്ട്. പലരും ജോലി മാറ്റിവെച്ച് വന്നവരുണ്ട്, അവധിയെടുത്ത് വന്നവരുണ്ട്, ദൂരസ്ഥലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വന്നവരുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ്, ഒഴിവാക്കാമായിരുന്ന ഒന്നാണ്. എന്നിട്ടും അതൊന്നും ഈ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് ആരെയും പിന്തിരിപ്പിക്കുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കരുത്ത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവർക്കിതൊരു ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒരു പ്രതിഷേധമുണ്ടാകും. എങ്കിൽ പ്രതിഷേധം വോട്ടായി മാറ്റേണ്ട അവസരമുണ്ട്. അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിക്ക് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, മുന്നണിക്ക് അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട അവസരമുണ്ട്. അങ്ങനെ എന്ത് അഭിപ്രായമുള്ളവർക്കും അത് ചെയ്യാനുള്ള അവകാശം തന്നെയാണ് ഈ ജനാധിപത്യം നൽകുന്നത്, ഇന്ത്യൻ ജനാധിപത്യം നൽകുന്നത്. അത് തന്നെയാണ് ഇവിടെ നടപ്പാകുന്നതും. ഇനി മാസങ്ങൾക്കപ്പുറത്ത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ അവർ വോട്ട് ചെയ്യണം. ചിലയിടത്താണെങ്കിൽ അത് 2-3 വോട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള വോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയും എല്ലാത്തിനും ഈ വോട്ടവകാശം വിനിയോഗിക്കാൻ അതേ രീതിയിൽ തന്നെ ആളുകൾ തയ്യാറെടുക്കുകയാണ്. ഏതായാലും സ്ഥാനാർത്ഥികളും ഇവിടേക്ക് അല്പസമയത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്തിയുടെയും സ്ഥാനാർത്ഥി ഇവിടെ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടപ്രദക്ഷിണമാണ് ഇനിയുള്ള മിനിറ്റുകൾ. അതായത് അനുവദനീയമായ സമയം ഇനി 47 മിനിറ്റ് മാത്രമാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ. കേരളം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള യഥാർത്ഥ റിഹേഴ്സൽ, സെമി ഫൈനൽ എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി 46 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ മുന്നണിയും ഇപ്പോഴും പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും ഇടത് വലത് മുന്നണികൾ മണ്ഡലം നിലനിർത്താൻ, LDF പിടിച്ചെടുക്കാൻ, ആര്യാടൻ മുഹമ്മദിൻ്റെ
തട്ടകമായിരുന്ന നിലമ്പൂർ പിടിച്ചെടുക്കുക അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് കുഞ്ഞാലിക്ക് ശേഷം CPM ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും സംസ്ഥാന സെക്രട്ടറി രംഗം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യുവ നേതാക്കളിലുള്ള എം സ്വരാജിനെ വിജയിപ്പിക്കാൻ ഇടതുമുന്നണി, അതുപോലെ PV അൻവർ മണ്ഡലം നിലനിർത്തുക മാത്രമല്ല സ്വന്തം നിലനിൽപ്പിനായുള്ള പോരാട്ടം കൂടിയാണ് PV അൻവറിന്. മറ്റ് മുന്നണികൾക്ക് നേതാക്കൾക്കൊക്കെ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ VD സതീശനെ പോലുള്ള നേതാക്കൾക്കും ഇത് വളരെ നിർണായകമാണ്. മുസ്ലിം ലീഗിന് അവരുടെ ശക്തി തീർച്ചയായും അത്രമേൽ വലിയ പോരാട്ടം അങ്ങനെ നടന്ന താരപ്രചാരകർ ഉൾപ്പെടെ മണ്ഡലത്തിലേക്ക് എത്തി ഉഴുതുമറിച്ച പ്രചാരണം തന്നെയായിരുന്നു 3 ആഴ്ച നിലമ്പൂരിൽ കണ്ടത്. അതിന്റെ പ്രതിഫലനം കൂടി വോട്ടെടുപ്പിൽ ഉണ്ടാകുന്നു എന്ന് വേണം അനുമാനിക്കാൻ.